ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വിശുദ്ധനായ തോമാശ്ലീഹായുടെ തിരുനാൾ ദിനമാണ്. ഇന്ന് നാം ധ്യാനിക്കുന്നത് നാം വിശുദ്ധന്മാരുടെ മധ്യസ്ഥത യാചിക്കണമോ എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിൻ്റെ ആധാരവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 9-ാം വാക്യമാണ്. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിനു വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാർ, ഇന്ന് ഈ വിശുദ്ധനായ തോമാശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അനുഗ്രഹീത ദിനത്തിൽ പലരും ചോദിക്കുന്ന ഒരു പ്രധാന ആത്മീക ചോദ്യമാണ്, നാം വിശുദ്ധന്മാരുടെ മധ്യസ്ഥത യാചിക്കേണ്ടതുണ്ടോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സഭയുടെ പാരമ്പര്യത്തിലും തിരുവചനത്തിലും വളരെ വ്യക്തമാണ്. യേശു തന്നെ മധ്യസ്ഥനായി പ്രാർത്ഥിച്ചു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തമ്പുരാൻ പറയുന്നു, ഞാൻ അവർക്കു വേണ്ടി അപേക്ഷിക്കുന്നു. അങ്ങനെയാണ് ആ തിരുവചനത്തിൽ നാം കാണുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാർക്കു വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഒരാൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവഹിതമാണ്. നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരും സഭയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുവചനം എന്താണ് പഠിപ്പിക്കുന്നത്? 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും പ്രാർത്ഥനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും നടത്തുവിനെന്നാണ്. സഭയുടെ ആരംഭം മുതൽ തന്നെ പരസ്പര മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിരുന്നു. അതുകൊണ്ട് വിശുദ്ധരുടെ മധ്യസ്ഥത യാചിക്കുന്നത് യേശുതമ്പുരാനെ മാറ്റി നിർത്തുകയല്ല, മറിച്ച് യേശുതമ്പുരാന്റെ ശരീരമായ സഭയുടെ ഐക്യത്തിൽ നാം പങ്കുചേരുകയാണ്. വിശുദ്ധന്മാർ മരിച്ചവരാണോ? വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിലൂടെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. ദൈവത്തിൽ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാർ അവിടുത്തെ സന്നിധിയിൽ ജീവനോടെയാണ്. അവർ ക്രിസ്തുവിൽ ജീവിക്കുന്നു. വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം പരിശോധിച്ചാൽ വിശുദ്ധരുടെ പ്രാർത്ഥനകളായ ധൂപം നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളെ പറ്റി നമുക്ക് കാണാം. ഈ ദൃശ്യം സ്വർഗത്തിൽ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ അർഹിക്കപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എത്ര മനോഹരമായ ഒരു പ്രത്യാശ! വിശുദ്ധ തോമാശ്ലീഹായുടെ ജീവിതം സംശയിച്ച തോമസ് പിന്നീട് ഉറച്ച വിശ്വാസത്തിന്റെ സാക്ഷിയായി മാറുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. അദ്ദേഹം ഇന്ത്യയിലെത്തി സുവിശേഷം പ്രസംഗിച്ചു. രക്തസാക്ഷിത്വം വരെ വിശ്വസ്തനായിരുന്നു. ഇന്നു നാം അദ്ദേഹത്തെ ആരാധിക്കുന്നില്ല, മറിച്ച് ബഹുമാനിക്കുന്നു. അദ്ദേഹത്തോട് പറയുന്നത്, പരിശുദ്ധനായ തോമാശ്ലീഹായെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, അപേക്ഷിക്കണമേ എന്നാണ്. ഇതൊരിക്കലും യേശുതമ്പുരാന്റെ സ്ഥാനത്തെ കുറയ്ക്കുന്നില്ല. കാരണം എല്ലാ പ്രാർത്ഥനകളും ഒടുവിൽ പിതാവിലേക്ക് എത്തുന്നത് ക്രിസ്തുവിലൂടെ തന്നെയാണ്. എന്തുകൊണ്ട്? വിശുദ്ധരുടെ മധ്യസ്ഥത. ഒരു കുടുംബത്തിൽ ഒരു മകൻ രോഗിയായാൽ എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ അത് തെറ്റാണോ? അല്ല. അതുപോലെ സ്വർഗീയ സഭയും ഭൂമിയിലെ സഭയും ഒരേ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നാം പരസ്പരം പ്രാർത്ഥിക്കുന്നു, വിശുദ്ധന്മാരും നമ്മെ സ്നേഹിക്കുന്നു. മറിയത്തിൻ്റെ മധ്യസ്ഥത വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കാനായിലെ കല്യാണത്തിൽ പരിശുദ്ധ കന്യക മറിയാം യേശുതമ്പുരാനോട് അപേക്ഷിച്ചു. അതിനുശേഷം യേശു തൻ്റെ ആദ്യ അത്ഭുതം അവിടെ പ്രവർത്തിക്കുകയാണ്. മറിയം പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തോ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുവിൻ. യഥാർത്ഥ വിശുദ്ധന്മാർ എപ്പോഴും നമ്മെ യേശുവിലേക്ക് നയിക്കുന്നു. ഇന്നത്തെ ആത്മീയ സന്ദേശം ഈ വിശുദ്ധനായ തോമാശ്ലീഹായുടെ തിരുനാൾ ദിനമായി ഇന്ന് നമുക്ക് വിശ്വാസത്തോടെ പറയാം, വിശുദ്ധ തോമാശ്ലീഹായെ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞങ്ങളുടെ യുവജനങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ,
ഞങ്ങളുടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളും ഒരു നാൾ ധൈര്യത്തോട് പറയട്ടെ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് സഭയ്ക്ക് വിശുദ്ധരുടെ മഹത്തായ സാക്ഷ്യം നൽകിയതിനായി ഞങ്ങൾ തമ്പുരാനെ നിന്നോട് നന്ദി പറയുന്നു. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ സംശയങ്ങളെ വിശ്വാസമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ. ഞങ്ങളിലെ രോഗികൾക്ക് സൗഖ്യം നൽകണമേ. യുവജനങ്ങൾക്ക് വിശുദ്ധിയുടെ വഴി കാണിച്ചു നൽകണമേ. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും വിശുദ്ധനായ തോമാസ് ശ്ലീഹായുടെയും സകല വിശുദ്ധന്മാരുടെയും വിശുദ്ധമതികളുടെയും മധ്യസ്ഥത ഞങ്ങളെ എന്നും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അങ്ങയുടെ വിശുദ്ധ നാമത്തിൽ അവിടുന്ന് സ്വീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.